ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ മനസ്സിലാവുന്നില്ല. വാട്ട് ഓൺ എർത്ത് ഈസ് ഹാപ്പനിങ്? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കേണ്ടി പോകുന്ന കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഈ ഒരു മമ്മൂൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ ഒരു പാർട്ട് ഭയങ്കരമായിട്ടും വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ ഓരോ ചാനൽസും ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ കുറച്ച് എന്താ പറയുക ക്യൂരിയോസിറ്റി ഉള്ള ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗംസാണ് ഈ ഇൻ്റർവ്യൂസ് എടുക്കുന്ന ചാനലുകൾ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ആയിട്ട് ഇടുക. അപ്പോൾ ഇതിങ്ങനെ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കണ്ടിട്ട് ആൾക്കാർക്ക് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലോങ് വീഡിയോ കാണാൻ വേണ്ടി എത്തിക്കുക. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂടുകയും അതിൽ നിന്നിട്ട് ഒരു വരുമാനം അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഒട്ടുമിക്ക ചാനൽസും അല്ലെങ്കിൽ സിനിമയിലെ ട്രെയിലേഴ്സൊക്കെ എന്ന് പറയില്ലേ, അങ്ങനെ യൂട്യൂബിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിലറാണ് ഇതേപോലുള്ള ഷോർട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗം നമ്മൾ ആ ഒരു ഫുൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുക. അപ്പം അങ്ങനെയുള്ള ഷോർട്സാണ്. അപ്പോൾ അതിലൊരു ഷോർട്സ് ഭയങ്കരമായിട്ടും വൈറലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഷോർട്സ് ഏതാണെന്ന് ആദ്യം നോക്കാം. ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിസിനൊക്കെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഒരു ഷോർട്ടാണ്. ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഫുൾ ഇന്റർവ്യൂവിന്റെ കുറച്ചൊരു ഭാഗം മാത്രം എടുത്തിട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുവാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ അവർ ഒട്ടുമിക്ക ഓഡിയൻസും ക്യാച്ച് ചെയ്തൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കും എന്നുള്ള സംഭവം. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഒട്ടുമിക്ക ആൾക്കാരെടുത്തിട്ട് ഇത് ഒരു വിമർശിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് നല്ലപോലെ റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഉണ്ടായൊരു റീസൺ. ആ ഒരു കാര്യം അവിടെ ഈ മമ്മൂ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞുകൊണ്ടിട്ടാണ്. എന്നിട്ട് അതിൽ അവതാരക ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ സമയത്ത് ആ പുള്ളി പറയുന്നുണ്ട് എനിക്ക് ആ സമയത്ത് ബുദ്ധിയില്ല ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവതാരക അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവം പറഞ്ഞിട്ട് ഒരു ക്യൂരിയോസിറ്റി കാരണമാണല്ലേ നോക്കിയതെന്നുള്ള പറയുമ്പോഴത്തേക്കും അതെ ക്യൂരിയോസിറ്റി കാരണം കൊണ്ടിട്ടാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ക്യൂരിയോസിറ്റി എന്നുള്ള വേർഡ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കോട്ടെ, കാരണം നമുക്കതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോ റീൽസ് ആക്കിയിട്ടപ്പോഴത്തേക്കും കുറേ പേര് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവനൊക്കെ എന്തിനാണ് ഇൻ്റർവ്യൂ ചെയ്യണത്, അല്ലെങ്കിൽ ഇവനൊക്കെ കിട്ടിയ ഇൻ്റർവ്യൂ ആയിട്ട് സമൂഹത്തിന് എന്ത് നേട്ടമാണുള്ളത് എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞിട്ട് ഈ മമ്മൂനെ വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്ത ചാനലിനെയും അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവറിനെ വിമർശിക്കുന്ന കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരിൽ. അതിൽ ഒരാളാണ് വഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ. അപ്പോൾ ഈ വഫയുടെ ആ ഒരു വീഡിയോസിലേക്ക് നമുക്ക് പോകണേ മുന്നേ തന്നെ ഈ മമ്മു ആരാന്ന് അറിയണ്ടേ. മമ്മു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ കൂടെയുള്ള ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളാണ്, ഒരു മെമ്പറാണ് മമ്മു. ഇനി തൊപ്പി ആരാന്ന് അറിയാൻ പാടാത്ത ആൾക്കാർക്ക്, തൊപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മളുടെ കൊറോണ ടൈം വന്ന സമയത്ത് വൈറലായിട്ടുള്ള ഒരു ഗെയിമറാണ്. പുള്ളി കൂടുതലും നെഗറ്റീവ് റീച്ചിലൂടെയാണ് പുള്ളി വൈറലായത്. ഇപ്പോൾ പുള്ളിയുടെ ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഒരു സമയത്ത് ആ ഒരു കൊറോണ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഒന്നും സമൂഹത്തിലെ ആൾക്കാർ അധികം തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കൂടുതലും പുള്ളിയുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളും അതുപോലെ ഗെയിമേഴ്സും ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോൾ കുറേ മാറി, കുറേ സമൂഹത്തിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പുള്ളികൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു ഗെയിമറാണ്, പുള്ളി അത്യാവശ്യം നല്ലപോലെ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്, പുള്ളി നല്ലൊരു ഇൻഫ്ലുവൻസറാണ്, മനസ്സിലായോ. കൂടുതലും കുട്ടികളൊക്കെയാണ് പുള്ളിയുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. ആ പിള്ളേരിൽ അത് MRC തൊപ്പി ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള ആ ഒരു പിള്ളേരിലുള്ള ഒരുത്തരാണ് ഈ മമ്മു എന്ന് പറയുന്നത്, മനസ്സിലായി. അപ്പോൾ മമ്മു തൊപ്പീൻ്റെ ഒപ്പം, അപ്പോൾ തൊപ്പിയുടെ ഒപ്പം കൂടിയതുകൊണ്ട് തന്നെ ആ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവരെല്ലാവരെയും ഒട്ടുമിക്ക കുറേ ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഇത്രയും വൈറലായിട്ടുണ്ട്. അപ്പോൾ മമ്മു വരാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ കണ്ട ആ ഒരു ഷോർട്സിനെതിരെ കുറേ പേർ റിയാക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അതിൽ ഈ വഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഓൺ എർത്ത് ഈസ് ഹാപ്പനിങ്? ആ കുട്ടീന്റെ പ്രായം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ ക്രൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂവർ അതിന് സ്പൈസ് അപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര, കുറച്ചെങ്കിലും നമുക്ക് ബോധം വേണ്ടേ? നിങ്ങൾക്ക് ഒട്ടും സെൻസ് ഇല്ലേ?
ഇങ്ങനെ ആണെങ്കിൽ അസോൾട്ടും മോണസ്റ്റേഷനും ഒക്കെ ചെയ്ത ആൾക്കാർ വരെ നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യല്ലോ. നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നാണ് നോക്കാറ്. ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിയും ബോധമില്ലേ? ഓക്കെ, അതൊക്കെ പോയി പറഞ്ഞു പോയി, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാതെ അത് സ്നിപ്പറ്റ് ആയിട്ട് ഇറക്കിയിട്ട് എന്റർടൈൻമെന്റ് കൊടുക്കുകയാണോ നിങ്ങള്? എന്താ നിങ്ങൾ ചെയ്തു? കാണാനുള്ളൊരു ത്വര പോലും. ആ ഒരു പർട്ടിക്കുലർ ഷോട്ടിനെതിരെ റിയാക്ട് ചെയ്ത ഒരു ആളാണ് ഈ വഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസർ. അപ്പോൾ പുള്ളിക്കാരത്ത് ചെയ്തത് നല്ലൊരു കാര്യമാണ്, അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കാര്യം എന്തോ ഒരു ഹീറോയിസമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ട് എടുത്ത് കാണിക്കേണ്ട കാര്യം വെറൈറ്റി മീഡിയക്ക് ഉണ്ടായില്ല. കാരണം അത് ഒരാളും ചെയ്യാൻ പാടാത്ത കാര്യമാണ്. അത് നമ്മളാരും തെറ്റ് കാണിക്കേണ്ട കാര്യമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവറിന് കുറച്ച് ബോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പലതും പറയണമായിരുന്നു. അപ്പോൾ അതിൽ വഫ ഹുസൈൻ റിയാക്ട് ചെയ്തതിലും അതേപോലെ കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തതിലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചതിലും ശരിയാണ്. ഞാനപ്പോൾ അതിൽ വഫ ഹുസൈൻ്റെ ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്നത്, എൻ്റെ നിലപാട് അതേപോലെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അത് പുള്ളി പറയാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പഴയ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴത്തേക്കും പുള്ളി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നുള്ള സംഭവം പുള്ളി 1-2 പ്രാവശ്യം പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അത് പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെ ഡീറ്റെയിൽ ചെയ്ത് ഈ ഒരു ഇൻ്റർവ്യൂവർ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ആ ഒരു ഇൻ്റർവ്യൂ ഒന്നെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കേണ്ടായിരുന്നു. അല്ലാതെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലുള്ള രീതിയിലൊക്കെ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ കാണുന്നത്, മനസ്സിലായി. ചിലപ്പോൾ കുറേ ആൾക്കാർ ഇത് ഫണ്ണിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മളുടെ ഈ ഒരു കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതൊരു ക്രൈമാണ്, ചെയ്യാണ്ടി പാടാത്തതാണ്. പക്ഷേ ഇത് ചാനൽ വരുമ്പോഴത്തേക്കും ഇനി കുറേ പിള്ളേർ ഇൻഫ്ലുവൻസ് ആയി പോവുക അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ നല്ല കാര്യം. അപ്പോൾ ഇതിന് റിയാക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വഫ ഹൗസിന് അത് നല്ലപോലെ റീച്ച് പോയി, കുറേ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം വെറൈറ്റി മീഡിയ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഷോട്ട്, ഈ ഒരു ഷോർട്സ് അവരുടെ ഹാൻഡിൽസിൽ നിന്ന് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വഫ ഹുസൈന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വഫ ഹുസൈനോട് പറഞ്ഞ് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യാമോ, അതായത് ഞങ്ങളുടെ വെറൈറ്റി മീഡിയ ഈ ഒരു ആങ്കർ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ടിന് നിങ്ങൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്കും റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും പുള്ളിക്കാരത്തി ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, നമുക്ക് അതും കൂടി കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം. I'm happy that Variety Media took down that video. ഞാൻ നേരത്തെ റിയാക്ഷൻ ചെയ്ത വീഡിയോ വെറൈറ്റി മീഡിയ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ they also asked me to take down that video. ഞാൻ റിയാക്ട് ചെയ്തതിന്റെ വീഡിയോ ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം റെഡി. ഞാൻ അത് ചെയ്യാൻ വേണ്ടി മില്യൺ വ്യൂസ് പോയിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ക്രൈമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കുക, അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അതിനെ സ്പൈസപ്പ് ചെയ്തിട്ട് അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല, ഒബ്വിയസ്ലി അല്ല. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ആങ്കർ, ഐ മീൻ ഇന്റർവ്യൂവർ ഹാസ് ടു അപ്പോളജൈസ്. എന്തായാലും എനിക്കൊരു മടിയില്ലാതെ ഞാനത്, ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് അബദ്ധം പറ്റും. പക്ഷെ അതൊരു അബദ്ധമല്ല. അത് പിന്നെയും അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പിന്നെയും പല സ്നിപ്പെറ്റ്സും ഉണ്ട്, അല്ലെ? അപ്പോ ഞാൻ ആ റിയാക്ട് ചെയ്ത വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം. നിങ്ങൾ കോമെന്റ് ചെയ്യും. അതിൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ ആ ഒരു വെറൈറ്റി മീഡിയ ആ ഒരു ഷോട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് നിന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള ഹാൻഡിൽസ് നിന്ന് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അവർ സോറി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതിന് റിയാക്ട് ചെയ്ത ഈ ഒരു വഫയുടെ വീഡിയോ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വഫ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം, പക്ഷെ ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് സോറി പറയേണ്ട ആവശ്യമുണ്ട്. ശരിയാണ്, കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് ഞാൻ മനസ്സിലാക്കിയത് ഇൻ്റർവ്യൂവറിൻ്റെ മിസ്റ്റേക്കാണ്. അതൊന്നെങ്കിൽ ചോദിക്കാൻ പാടില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഇതേപോലുള്ള തെറ്റായ രീതിയിൽ അത് പ്രചരിക്കപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായില്ല? കാരണം കുറേ കുട്ടികൾ ആ ഒരു മമ്മൂൻ്റെ അല്ലെങ്കിൽ മമ്മൂനെ കാണുന്ന ഓഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ടീനേജ് കുട്ടികളാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇതൊരു ഹീറോയിസമായിട്ടൊക്കെ കണ്ടിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമുക്ക് പഠിക്കുന്ന സമയത്ത് അറിയാമല്ലേ, ചിലപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകളിൽ തന്നെ പല ഫൈറ്റൊക്കെ നടക്കുന്നത് അവരുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ചിലപ്പോൾ അവരും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതിനുള്ളൊരു പ്രചോദനമായേക്കാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒട്ടുമിക്ക ആളുകളും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത വീഡിയോ ഈ വഫയും പുള്ളിക്കാരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിന്നിട്ട് റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ
അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുകയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ചെയ്തതും പ്രതികരിച്ചില്ലായിരിക്കും, നല്ല കാര്യമാണ്. അത് ഞാനൊരു താങ്ക്സ് പറഞ്ഞു എൻ്റെ സൈഡിൽ നിന്നിട്ട്. പക്ഷെ നമുക്ക് അവർ മാപ്പ് പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം തീരുന്നുണ്ട്. കാരണം അവരൊന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ മമ്മൂനെ പോലുള്ള ഒരാൾ ഓപ്പണായിട്ട് ഒരു യൂട്യൂബിൽ വന്നിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് പൊതുജനത്തിൻ്റെ സമൂഹത്തിൽ വന്ന് പറയാത്ത ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കുട്ടികൾ 15 വയസ്സ് കഴിഞ്ഞ, അതിൽ പ്രായം കുറഞ്ഞ 14, 13 വയസ്സുള്ള കുട്ടികൾ പീഡിപ്പിച്ചെന്നും അല്ലെങ്കിൽ അത് 10 വയസ്സുകാരൻ അത് വീഡിയോ ചിത്രീകരിക്കും ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അറിയാണ്ട് നടക്കുന്നുണ്ട്. മനസ്സിലായി. നമുക്ക് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടിട്ട് ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തീരുന്നില്ല. ഇത് ഓരോ ദിവസവും നമ്മൾ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ ഇതേപോലെ ചെയ്യുന്ന ലൈംഗിക അതിക്രമങ്ങളും അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രൈവസിലേക്ക് എത്തി നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒട്ടനേകം ന്യൂസ് അല്ലെങ്കിൽ ഒളിക്യാമറ വിഷയങ്ങളൊക്കെ നമ്മൾ കുറേ കാണാറുണ്ട്. അപ്പോൾ ഇതൊരു മാപ്പ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ മാത്രമേ പ്രശ്നമല്ല, കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ആ ചെയ്യുന്ന ആൾക്കാർ തന്നെ നന്മപരമായിട്ട് ചമഞ്ഞിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ ഇതായിട്ടൊക്കെ ചമഞ്ഞിട്ട് അവർ ഇതിൻ്റെ അടി വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അനുസരിച്ച് തെറ്റാണെന്ന് മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ആൾക്കാരും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തെറ്റാണ്. അവർ വന്ന് നല്ല പിള്ളേർ ചമഞ്ഞിട്ട് വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചർച്ച ചെയ്യേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു വേർഡ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ്. മനസ്സിലായില്ലേ? അത് ക്യൂരിയോസിറ്റി ആയതുകൊണ്ടാണല്ലേ അത് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ശരിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് മലയാളത്തിൽ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം അറിയണമെന്നില്ല. നമുക്ക് ക്യൂരിയോസിറ്റിയുടെ കുറച്ച് മീനിങ് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ അർത്ഥങ്ങളാണ് ക്യൂരിയോസിറ്റിക്ക് ഉള്ളത് നമുക്ക് നോക്കാം. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം പറയുന്നതാണ് ജിജ്ഞാസ, അടുത്തത് താല്പര്യാതിശയം, അപൂർവത, പിന്നെ അറിയാനുള്ള ആഗ്രഹം, പിന്നെ കൗതുകം. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു വേർഡാണ് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ കൗതുകം എന്നുള്ളത്. മനസ്സിലായി? നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഗിഫ്റ്റ് ആരെങ്കിലും കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അത് പെട്ടെന്ന് തുറന്നു നോക്കുമല്ലേ. അല്ലെങ്കിൽ ഗിഫ്റ്റ് ആരെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു അടച്ചു വെച്ചേക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്തോരം അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പൊതുസമൂഹങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരെ ശ്രമിക്കുന്നുണ്ടോ നമുക്ക് അത്രയും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കൂടും. അതറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, ഈ സെയിം സംഭവം തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഈ ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നത് ടീനേജ് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ടീനേജ് പ്രായത്തിലാണ് മിക്ക ആൾക്കാരുടെയും ഏജിൽ ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് ആരുടെ തെറ്റല്ല, അത് അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ടിട്ടും അതേപോലെ അവരുടെ ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് തെറ്റല്ല. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള നോളജുകളെല്ലാം അല്ലെങ്കിൽ അറിവായിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പൗരനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പോൾ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുമ്പോഴത്തേക്കും അവർക്ക് മാക്സിമം എന്തിനെയൊക്കെ പറ്റി അറിയാണ്ടി പറ്റണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള അറിവുകൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവ്, അത് നമ്മളുടെ സ്കൂളുകളിൽ നിന്ന് അതിനെ പറ്റിയിട്ട് പഠിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത വർഷം മുതൽ അടുത്ത അധ്യയന വർഷം മുതൽ വരും എന്നുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആ ലൈംഗികത എന്നുള്ള സംഭവം ഇപ്പോഴും ഒരു ടാബുമായിട്ട് അത് അറിയാണ്ട് അല്ലെങ്കിൽ അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ അത് കുട്ടികൾ അറിയേണ്ടാത്ത കാര്യമാണ്, കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു ലൈംഗികത ആ ഒരു സംഭവമൊക്കെ കുട്ടികളിൽ നിന്ന് മാറ്റി വെക്കപ്പെട്ട സംഭവമായിട്ട് കാണുന്നുണ്ട്. കുട്ടികളത് അറിയേണ്ട ആവശ്യമില്ല, മുതിർന്ന ആൾക്കാർ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് പല സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവം നമ്മൾ കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും അത് അടിച്ചമർത്തേണ്ട ആവശ്യമില്ല. അത് അവർക്ക് അറിയാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അത് എങ്ങനെയാണെന്നുള്ള സംഭവം അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. അത് അവർക്ക് ഉണ്ടാകുന്ന അറിവ് മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ, മറ്റൊരു പൊതുസമൂഹത്തിനെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ ആ ഒരു അറിവ് തീർച്ചയായിട്ടും അറിയാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. അതെന്ത് തന്നെയാണെന്ന് തരും. മനസ്സിലായി? ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് തോക്കുണ്ടാക്കാൻ പഠിക്കണം, ബോംബുണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമില്ല. അതൊക്കെ പൊതുസമൂഹത്തിന് ദ്രോഹം ചെയ്യുകയാണ്. പക്ഷെ ഇതേപോലുള്ള ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനെ പറ്റിയിട്ടുള്ള
അറിവുകൾ, സ്വന്തം ശരീരത്തിൻ്റെ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകൾ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുന്ന ടീനേജിൽ ഉണ്ടാകുന്ന ആ ഒരു ഹോർമോൺ ചേഞ്ചസ്, അത് നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതേപോലത്തെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി അറിയാനായിട്ടുള്ള ആഗ്രഹം നമ്മൾ പൂർണ്ണമായിട്ട് അടിച്ചമർത്തേണ്ട കാര്യമില്ല. ഇത് കുട്ടികൾ വന്നിട്ട് ചിലപ്പോൾ പാരൻസിനെ പറ്റിയിട്ട് ഇതേപോലെ ഞാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിലാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറയാനായിട്ട് ഒരു ചമ്മലൊക്കെ വന്നിട്ട് മനസ്സിലായില്ല, പൂർണ്ണമായിട്ട് ഉത്തരം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ പല തെറ്റുകാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് അന്വേഷിച്ചിട്ട് ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ പോകും, ഇൻ്റർനെറ്റിലോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കും. അവർക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അറിവായിരിക്കില്ല അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, ഈ ക്യൂരിയോസിറ്റി നിന്നിട്ടാണ് പല ശാസ്ത്രത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ബാക്കി ഈ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലകളിൽ വന്നിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്, അതൊക്കെ നമ്മൾ ഈ ഒരു ക്യൂരിയോസിറ്റി ഒരാളുടെ മനസ്സിലുണ്ടായിട്ട് അതിൽ നിന്നിട്ടാണ് ഇതേപോലുള്ള ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ അടിച്ചമർത്തേണ്ട കാര്യമില്ല. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹമാണ്, അവർക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടേണ്ട കാര്യമുണ്ട്. അപ്പം അതെന്തിനാണ് തന്നെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. അപ്പം ഇതിൽ ഈ ഒരു മമ്മു എന്ന് പറഞ്ഞ ആൾ ചെയ്ത പ്രവൃത്തി, അത് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സെക്ഷുവൽ എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് കൊണ്ടിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്നാണ്. നമ്മൾ ഈ മമ്മൂനെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിനെ കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടിട്ടോ നമ്മൾ ഇതിനെതിരെ വെറുതെ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് നിനക്ക് ആ പ്രായത്തിൽ അങ്ങനെ തോന്നിയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇതേപോലുള്ള തോന്നലുകൾ അല്ലെങ്കിൽ ലൈംഗികരമായിട്ടുള്ള ചിന്ത നിങ്ങളുടെ ടീനേജിൽ അല്ലെങ്കിൽ പഠന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സമീപിക്കണം, അല്ലെങ്കിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ഈ മമ്മൂനെ പോലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഓപ്പണായിട്ടുള്ള ഒരു അറിവ് കിട്ടുന്നത് +1 +2 സയൻസ് ചൂസ് ചെയ്ത കുട്ടികൾക്കാണോ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആവാം, അങ്ങനത്തെ പല സയൻസ് റിലേറ്റഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കാണ് അവർ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ ചിലപ്പോൾ എല്ലാവരും സയൻസ് എടുത്തതെന്നുള്ളതൊന്നുമില്ല, ചിലപ്പോൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആർട്ട് പരമായിട്ട് പോകും. ചില ആൾക്കാർ അതുപോലെ പഠനം നിർത്താം, ചില ആൾക്കാർ ഡിപ്ലോമക്ക് പോകാം. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും സാധാരണ 9ാം ക്ലാസ്സിലാണ് ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞു തരാറില്ല. അവരൊരു നാണം, ചമ്മൽ അങ്ങനെയൊക്കെ വെച്ച് നമുക്കൊന്നും മനസ്സിലാവും, ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ലൈംഗികമതം അല്ലെങ്കിൽ കുഞ്ഞ് ഉണ്ടാവുക, ഇതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ നമുക്ക് 9ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറഞ്ഞു തരാറില്ല, മനസ്സിലായില്ലേ. അതായത് ടീച്ചേഴ്സ് ആ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് രാഷ്ട്രീയക്കാർ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാവില്ല. കാരണം ടീച്ചേഴ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർ ട്രെയിൻഡ് അല്ല. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാനായിട്ട് അവർക്ക് അറിയേണ്ടി പാടില്ല. അതേപോലെ തന്നെ വിഷയമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴത്തേക്കും, നമ്മൾ 1, 2, 3 ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ അനാട്ടോമി പഠിപ്പിക്കും. ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഹെഡ്, ഐസ്, ഇയേഴ്സ്, ചെസ്റ്റ്, ലെഗ്സ്, ആംസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അനാട്ടോമി പഠിപ്പിക്കുമ്പോഴത്തേക്കും ആ ഹ്യൂമൻ അനാട്ടോമി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒട്ടുമിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും ഉള്ള ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു ആണിൻ്റെ ചിത്രമായിരിക്കും കാണിച്ച് പഠിപ്പിക്കുന്നത്. ഒരിക്കലും സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുത്ത് കാണിച്ച് പഠിപ്പിക്കാറില്ല. കാരണം സ്ത്രീകളെ ഒരു മനുഷ്യരായിട്ട് കാണാത്ത സമൂഹമാണ് ഉള്ളത്, അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ട് രൂപപ്പെട്ട സമൂഹമാണ് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത്. മനസ്സിലായില്ല. ഒരു കുട്ടിയോട് പോയിട്ട് ഒരു മനുഷ്യൻ്റെ ചിത്രം വരക്കാണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണിൻ്റെ ചിത്രം വരച്ച് വെക്കും, ജസ്റ്റ് ഫേസില്ലാതെ ഒരു ആണിൻ്റെ ചിത്രം വരച്ച് വെക്കും. ഇനിയിപ്പോൾ ആണിൻ്റെ ചിത്രം വരച്ചാൽ പോകണമെങ്കിലും ആ ജെനിറ്റൽ ഏരിയ അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസിൻ്റെ ഭാഗത്ത് ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു വി ഷേപ്പ് ആയിരിക്കും, അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു വി ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പോലെ അല്ലല്ലോ ഇതിൽ വേറെ ഇതാണുള്ള. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ബ്ലറായിരിക്കും, മനസ്സിലായി എന്താണെന്നുള്ളത് കാണിക്കില്ല. ഇനി ഞാൻ സ്ത്രീകളുടെ ഈ ഹ്യൂമൻ അനാട്ടോമി പഠിപ്പിക്കുന്ന ആ ഒരു ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ 10ാം ക്ലാസ് വരെയുള്ള ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഈ സ്ത്രീകളുടെ അനാട്ടോമി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും ഈ ജെനിറ്റൽ ഏരിയാസ് ബ്ലേഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു വി ഷേപ്പ് ആയിരിക്കും. അതിൽ ഫുള്ള് എന്താണെന്നുള്ള സംഭവം പഠിപ്പിക്കത്തില്ല, മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെ
ഈ അനാട്ടമി പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ ജെനിറ്റൽ പാർട്സും അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസിനൊക്കെ അവർ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി അത് ഈ കുട്ടികളിൽ നിന്നും എന്താണ് അത് പഠിക്കേണ്ടത്, നിങ്ങൾ അത് അറിയേണ്ടെന്നുള്ള സംഭവം അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ അതറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ അവരുടെ മനസ്സിലുണ്ടാകും, അതറിയാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഈ ടീനേജ് പ്രായമായതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഹോർമോണിൻ്റെ ഈ ഒരു പ്രൊഡക്ഷനൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ബോഡിയുടെ ഒരു ഗ്രോത്ത് ആ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ടെന്ന് അവരത് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരും. അപ്പോൾ അതിന് നമുക്ക് ഈ മമ്മൂനെ മാത്രം അല്ലെങ്കിൽ അത് ചെയ്യുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പ്രായത്തിൽ അവർക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് ആ ഒരു സമയത്ത് അതിനെപ്പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഓപ്പണായിട്ട്. അത് ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും പാരൻസിന്, ഇപ്പോഴത്തെ പാരൻസിന് എനിക്ക് തോന്നുന്നില്ല അവർ പഠിപ്പിക്കേണ്ടി പറ്റുന്നത്. കാരണം പാരൻസിന് ഇതിനെ പറ്റിയിട്ടുള്ള അറിവില്ല. കാരണം അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല. ചിലപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തുള്ള പാരൻസ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള പാരൻസ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള പാരൻസ് ചിലപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടി പറ്റും കുട്ടികൾക്ക്. അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പാരൻസിന് ഇതിനെപ്പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കും? കാരണം ഇവർക്ക് ഓൾറെഡി ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. എങ്ങനെ കുട്ടികളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ള അറിവ് കിട്ടിയിട്ടില്ല. ഇത് ഭയങ്കര തെറ്റായിട്ടുള്ള സംഭവമാണ്. ലൈംഗികത പാപമാണ്, ഭയങ്കര തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുന്ന പാപമാണെന്നുള്ള സംഭവമൊക്കെ ആണ് ഇവർ പല മതങ്ങളുടെ കീഴിൽ നിന്ന് പഠിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റി ഒരിക്കലും അടിച്ചമർത്തരുത്. കാരണം ആ ഒരു ക്യൂരിയോസിറ്റി നിന്നിട്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാകുന്നത്. അത് അവർക്ക് വേണ്ടാവുന്ന അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആൾക്കാർ നമ്മളുടെ സമൂഹത്തിൽ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ അനാട്ടോമിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അത് കാണിക്കുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് ഒരു ഏജ് അനുസരിച്ച്, ഞാൻ പറഞ്ഞ 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഹ്യൂമൻ ബോഡി കാണിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി കാണിച്ചു കൊടുക്കണമെന്നല്ല പറയുന്നത്. അവർ ടീനേജായിട്ട് അവരുടെ ശരീരമാറ്റം വരുന്ന സമയത്ത് അവരറിയേണ്ട പ്രായത്തിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ അധ്യാപകർ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അത് ക്ലിയർ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെക്ഷൽ ഓർഗൻസ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണിച്ചിട്ട് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളുടെ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇത് സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നാണം കെട്ട പരിപാടിയൊന്നുമല്ല. അത് ഒരു ജീവൻ തുടരാൻ വേണ്ടിയിട്ട് മറ്റൊന്നിലേക്ക് നമ്മളുടെ ജീവൻ വേറൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വേറൊരു ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. മനസ്സിലായി? ലോകത്തുള്ള എല്ലാ ജീവികളും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അത് ജീവൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ജീവൻ തിരഞ്ഞെടുത്തൊരു മാർഗമാണ് ഈ നമ്മളുടെ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു നിഷിദ്ധമായിട്ടുള്ള കാര്യമായിട്ട് കുട്ടികൾക്ക് തോന്നില്ല. ഇത് ആ ഒരു ചെറിയ പ്രായത്തിലേ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ വളർന്നു വരുമ്പോഴത്തേക്കും അവർ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യും. ഇന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അധ്യാപകർ അതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ പിക്ചറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഇങ്ങനത്തെ ക്യൂരിയോസിറ്റിയുള്ള കുട്ടികളെ അടിച്ചമർത്തുന്ന കൊണ്ടിട്ടാണ് ഇതേപോലുള്ള പ്രവർത്തികൾ സമൂഹത്തിൽ ഒളിഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഈ കുളിക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ ചെറിയ സ്റ്റേജിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പഠിക്കാത്ത ആൾക്കാർ വലുതായി വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ലൈംഗിക അതിക്രമങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രൈവസിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള പ്രവൃത്തികളുണ്ടാകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക. അത് ഏറ്റവും എളുപ്പമുള്ള മാർഗം, മനസ്സിലായില്ലേ? പക്ഷെ അതല്ല അതിൻ്റെ അവസാനത്തെ മാർഗം എന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ചെറുപ്പം മുതലേ ഇതിനെപ്പറ്റി പറഞ്ഞ് പഠിപ്പിച്ച് ബോധവൽക്കരാക്കുക. എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, ഒരാളെങ്ങനെ ബഹുമാനിക്കണം, ഒരാളുടെ പ്രൈവസി എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മാതൃഭൂമി ഓൺലൈൻ ന്യൂസിൽ ഇതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് കുറച്ച് വായിച്ച് നോക്കാം. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, കുറച്ച് വായിച്ചിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് ഫുള്ളായിട്ട് ന്യൂസ് വായിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ലൈംഗിക വിദ്യാഭ്യാസം ആദ്യം 7-9 ക്ലാസ്സുകൾ, അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷനാണ്. ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ഏറെക്കാലത്തെ ആവശ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പച്ചക്കൊടി. അപ്പോൾ ഇത് 2024 ഈ ഒരു സംഭവം ഇപ്പോൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ അടുത്ത 2025-26 അടുത്ത വർഷം മുതലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ പഠിച്ച് ഇറങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ സയൻസ് എന്നുള്ള ഒരു വിഷയം പഠിച്ചിറങ്ങാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് ക്യൂരിയസ് ആയിട്ട് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകും, മനസ്സിലായില്ലേ? അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള സംഭവം അത് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി
പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള എന്താണ് പൂർവ്വമായിട്ടുള്ള ഇൻഫോർമേഷനും ക്ലാരിറ്റി കിട്ടുന്നത്. നമുക്ക് ബാക്കി വായിക്കാം. അടുത്ത അധ്യയന വർഷം 7-9 ക്ലാസ്സുകളിലെ മാറിവരുന്ന ജീവശാസ്ത്ര പാഠ പുസ്തകങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ 7-9 ക്ലാസ്സുകളിൽ, അപ്പോൾ അറിയാം അതൊരു ടീനേജ് പ്രായമാണ്. ആ ഒരു സമയത്താണ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിൽ അവർക്ക് അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കാരണം അവർക്ക് പല ലൈംഗികമായിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു ഏജാണ് മനസ്സിലായില്ല, അല്ലാതെ ഇത് ചെറിയ കുഞ്ഞു കുട്ടികൾ, ഒരു 1ാം ക്ലാസ് കൂടി പഠിക്കുന്ന കുട്ടികളെ പോയിട്ട് പഠിപ്പിക്കാനായിട്ടില്ല നമ്മൾ പറയുന്നത്. അടുത്ത് കൗമാരകാല ഗർഭധാരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ വിഷയം ഇടം പിടിച്ചത്. കുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് SCERTC അധികൃതർ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ന്യൂസ് ഉണ്ട്. ഇത് നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ ഒരു വകുപ്പ് എടുത്ത വളരെ നല്ലൊരു തീരുമാനമാണ്. ഇനിയിപ്പോൾ അടുത്തോളം ഇത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇനി ഏതെങ്കിലും മതവിഭാഗങ്ങൾ വന്നിട്ട് അത് പഠിപ്പിക്കാണ്ട് പാടില്ല, ഞങ്ങളുടെ മതത്തിനകത്ത് എതിരെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ചീത്താക്കും, ഇത് പഠിക്കുന്നത് വഴി കുട്ടികൾക്ക് എല്ലാവർക്കും എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടിയ പോലെയാണ്. ഇത് കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപത്താണ്, കുട്ടികൾ അറിഞ്ഞ എല്ലാ കുട്ടികളും പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി പാടില്ല. കാരണം ഇത് നേരത്തെയും ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് അത് മുടക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മാസം നമുക്കറിയാം സൂംബയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അത് കുട്ടികൾ തമ്മിൽ, ആണും പെണ്ണും കുട്ടികൾ തമ്മിൽ എഴുതി ചേർന്നിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുടെ ന്യൂസ് നമുക്കറിയാം, മനസ്സിലായി. അപ്പോൾ അത് വളരെ നല്ലൊരു തീരുമാനമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അതെനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ലിങ്ക് കിട്ടിയതാണ്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും അത് മലയാളം ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ പാരൻസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് വായിക്കാം. അത് അംഗീകൃതമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലൈംഗികത്തിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കുറച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ അത് കുറേ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു ചാപ്റ്ററാണ് ലൈംഗിക വിദ്യാഭ്യാസം, ആവശ്യവും ആനുകൂല്യങ്ങളും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ ചർച്ച ചെയ്യപ്പെടുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത വിഷയമാണ് ലൈംഗിക വിദ്യാഭ്യാസം. തങ്ങളുടെ കുട്ടികൾ ഈ വിഷയം പഠിക്കുന്നതിനോട് മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. ഈ വിഷയം സ്കൂളിൽ പഠിപ്പിക്കുവാൻ ഭൂരിഭാഗം അധ്യാപകരും തയ്യാറല്ല. മൊബൈൽ, ഇൻ്റർനെറ്റ്, TV എന്നിവയുടെ വരവോടുകൂടി ഒരു കുട്ടിയെ ലൈംഗികമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ലൈംഗിക വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റി നിർത്തുക പ്രയാസകരമാണ്. എങ്കിലും ഒരു വിഷയം തങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തെക്കുറിച്ച് അറിയാൻ കുട്ടികൾക്ക് ജിജ്ഞാസ ഉളവാകും. മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എന്തോരം ഒരു സംഭവം നമ്മൾ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നീ അത് അറിയേണ്ടെന്ന് ചെയ്യുന്നുണ്ടോ അത്രയും ആ ഒരു ടീനേജിലുള്ള കുട്ടികൾക്ക് അതറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ കൂടും. അപ്പം അതെങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യും. അത് ഇതേപോലുള്ള ഈ ഒരു സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾക്ക് കാരണമായി തീരും. ഇത്തരം അവസരങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന വിഷയത്തെ പറ്റിയുള്ള അറിവുകൾ ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത് ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ആണ്. എന്നാൽ ഇത്തരം വിശ്വസനീയമല്ലാത്ത സ്രോതസ്സുകൾ വഴി അവർക്ക് ലഭിക്കുന്ന അറിവുകൾ അവരിൽ തെറ്റായ വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നതും ദോഷകരവും അപകടകരവുമായ പല കാര്യങ്ങൾക്കും വഴിതെളിക്കും. ലൈംഗികത ഒരു നിഷിദ്ധ വിഷയമാക്കപ്പെട്ട സമൂഹത്തിൽ കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് അവരെ പലതരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നും രക്ഷിക്കാൻ സഹായകരമാക്കും. യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ UNICEF 15 മുതൽ 19 വയസ്സ് വരെ പ്രായമായവരെ നടത്തിയ ഗാർഹിക സർവേ ഡാറ്റ സൂചിപ്പിക്കുന്നത് ചൈന ഒഴികെയുള്ള വികസിത രാജ്യങ്ങൾ ഏകദേശം 11% സ്ത്രീകളും 6% പുരുഷന്മാരും 15 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ചെറുപ്പക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സേവനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ചെറുപ്രായത്തിലെ നൽകുന്നത് സുരക്ഷിതവും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററാണ് വായിച്ചത്. ഇത് ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, കുറച്ച് വായിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് നല്ല വ്യക്തമാക്കി തരുന്ന ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുറേ ഡോക്ടേഴ്സ് ചേർന്നിട്ടാണ് ഈ ഒരു
ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ലിങ്ക് കൊടുക്കാം, പറ്റുന്ന ആൾക്കാരെല്ലാവരും വായിക്കണം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതേപോലുള്ള കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ ജിജ്ഞാസ ഉണ്ട്, നമ്മൾ എന്തോരം അത് നമ്മൾ ആ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കുന്നു, അതത്രയും അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ആ കുട്ടികളുണ്ടാവും. അത് ഇതേപോലുള്ള പല കുരുത്തക്കേടുകളിലും ചെന്ന് ചാടാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നമ്മളൊരു കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലുള്ള ഏരിയാസ് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്, ഇതേപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് പറയാണ്ട് പാടില്ല. ഇൻ്റർവ്യൂവിന് മാത്രം നമ്മളത് കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു മമ്മൂരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വിഷയം നമ്മളിൽ സമൂഹത്തിൽ തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് അറിയത്തില്ല. പറയാത്ത കാര്യം അവർ അറിയാൻ വേണ്ടി നോക്കും. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയിട്ടെങ്കിൽ അവനറിയാത്ത കാര്യം അവനറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് അവൻ ഷെയർ ചെയ്തത്. സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ഇതിനെ പറ്റിയിട്ട് നല്ലപോലെ പഠിച്ച് അറിവുള്ളവരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ടും മതത്തിന് അടിമപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ തീവ്ര മത ആശയം കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ ഈ പഠനങ്ങൾക്ക് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മൾ കാണുന്ന പല മൂവീസ്, പല സിനിമകളിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന രീതിയുണ്ട്. പല സിനിമകളും നോക്കി കാണാം, ടീനേജിലെ കുട്ടികൾ കാണിക്കുന്ന സംഭവങ്ങൾ നോർമലൈസ്, അല്ലെങ്കിൽ അതൊരു തമാശ രൂപേണ കാണിക്കുമ്പോഴത്തേക്കും തമാശ രൂപേണ കാണിക്കണം കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മളുടെ സിനിമാ മേഖലയിലുണ്ട്. കാരണം സിനിമയും ഒരു വിഷ്വൽ എഡ്യൂക്കേഷനാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മൂവീസും ഫിലിംസും കുട്ടികളെ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ നല്ലപോലെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള ഫിലിമാണല്ലോ. അപ്പോൾ അതിൽ ഈ ലാലേട്ടൻ ലാസ്റ്റ് ആ ജോർജ് സാറിനെ നല്ലപോലെ ഇടിച്ച് ചതക്കുന്ന സീനുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സീനിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് എന്നുള്ള, അല്ലെങ്കിൽ ആ മോഹൻലാൽ ആ ഒരു പോലീസുകാരനെ ഇടിച്ച് ചതച്ച് കൊല്ലുന്നത് ശരിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെയാണല്ലോ എല്ലാവരും ശരിക്കും കൈയടിക്കുന്നത്. അപ്പോൾ കുറേ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു ഹീറോയിസ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും മോഹൻലാൽ അന്ന് അങ്ങനെ ചെയ്തത്, അപ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാമെന്നുള്ള സംഭവം വന്നിട്ട് അവർ ഇതൊരു ഇൻഫ്ലുവൻസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തുള്ള ഫിലിംസും നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഫിലിംസ് കുറേ അധികം നമ്മൾ കാണുന്ന ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിനിമ ആയിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞ സിനിമ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലപോലെ ഒരു കാണുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫിലിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ വിഷ്വൽ അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ വിഷ്വൽ മീഡിയയുടെ സഹായത്തോടെയാണ് പുതിയ പഠന രീതികൾ കാണുന്നത്. നമ്മൾ ഒരു ഹിസ്റ്ററിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹിസ്റ്ററി അനുഭവിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഴയ കാലഘട്ടം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിംസിൽ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മളെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചപ്പാട് ഈ തുടരും മൂവി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവീസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് കാണിക്കുന്ന ഒരു ഇത് നമ്മളുടെ സിനിമകളിലും ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡും കുറച്ചും കൂടി മാറേണ്ട ആവശ്യമില്ലേ? കാരണം അത് കാണുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങൾ മാറേണ്ട ആവശ്യമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ആ ഒരു സിനിമയിൽ ഒരിക്കലും പോലീസുകാരനെ തല്ലുന്നത് നമുക്ക് ന്യായീകരിക്കേണ്ടി പറ്റില്ല. ഓൾറെഡി ആദ്യത്തെ ജോർജ് സാർ അല്ലെങ്കിൽ ബാക്കിയുള്ള പോലീസുകാർ മോഹൻലാലിനോട് കാണിച്ചത് ക്രൂരതയാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് പോയിട്ട് നേരെ ആ പോലീസുകാരനെ പോയി തല്ലിക്കൊല്ലലല്ല പരിഹാരം. അതിൽ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ട്, ആ നിയമത്തിൽ പോയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ പോയിട്ട് ഇങ്ങനത്തെ ആക്രമണം നേരിടുന്ന എല്ലാവരും പോയിട്ട് സ്വന്തമായിട്ട് ആൾക്കാരെ പോയി കൊന്നാൽ മതിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നല്ലതല്ല. അപ്പോൾ ഫിലിംസും ഇതേപോലെ മാറേണ്ട ആവശ്യമുണ്ട്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു അഭിപ്രായമായിട്ട് ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിൽ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.